മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPI മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനം. CPM-കാർ തട്ടിയെടുത്ത ഭൂമിക്ക് പട്ടയം നൽകാത്തതാണ് മന്ത്രി AK ബാലന്റെ വിരോധത്തിന് കാരണമെന്നും CPI. തോട്ടണ്ടി ഇറക്കുമതി ക്രമക്കേടിൽ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ വിജിലൻസിന്റെ ത്വരിത പരിശോധന. മന്ത്രിയുടെ ഭർത്താവിനെതിരെയും അന്വേഷണം. സ്വാഗതം ചെയ്യുന്നുവെന്ന് മേഴ്സിക്കുട്ടിയമ്മ. മന്ത്രിയുടെ രാജി LDF തീരുമാനിക്കട്ടെ എന്ന് കോൺഗ്രസ്. വോട്ടിനു വേണ്ടി മതത്തെയും ജാതിയെയും കൂട്ടുപിടിക്കരുതെന്ന് സുപ്രീം കോടതി. മതം, ജാതി, വംശം, ഭാഷ എന്നിവയുടെ പേരിൽ വോട്ട് ചോദിച്ചാൽ കനത്ത ശിക്ഷയെന്നും 7-അംഗ ഭരണഘടനാ ബെഞ്ച്. ഉത്തരവ് ഹിന്ദുത്വം ജീവിത രീതി എന്ന വിധിക്കെതിരായ ഹർജിയിൽ. ഹിന്ദുത്വത്തെക്കുറിച്ച് കോടതി പരാമർശിച്ചില്ല. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഭരണപ്രതിസന്ധി. ചികിത്സാ മാനദണ്ഡങ്ങൾ മാറ്റിയ സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നിസ്സഹകരണ സമരത്തിൽ. ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർ രാജിവെച്ചു. ഡോക്ടർമാരുമായി ചർച്ച നടത്തുമെന്ന് ആരോഗ്യമന്ത്രി മീഡിയ വണ്ണിനോട്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയ്ക്കും ഭർത്താവിനുമെതിരെ വിജിലൻസിന്റെ ത്വരിത പരിശോധന. തോട്ടണ്ടി ഇറക്കുമതിയിൽ 1.5 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന പരാതിയിലാണ് നടപടി. ആരോപണങ്ങൾ തള്ളിയ മന്ത്രി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി പ്രതികരിച്ചു. രാജിക്കാര്യം LDF തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. മന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് വിജിലൻസ് ഡയറക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചത്. മന്ത്രിക്ക് പുറമെ ഭർത്താവും കാപ്പക്സ് മുൻ ചെയർമാനുമായ തുളസീധരക്കുറുപ്പ്, കാഷ്യൂ കോർപ്പറേഷൻ MD TS സേവ്യർ, കാപ്പക്സ് MD R രാജേഷ്, ഇറക്കുമതി കരാർ നേടിയ കമ്പനി പ്രതിനിധികൾ എന്നിവരുടെ പങ്കും അന്വേഷിക്കും. മന്ത്രിയുടെ ഓഫീസിൽ മുതലാളിമാരെ വിളിച്ചു ചേർത്തു. ഇങ്ങനെ 3 ഉത്തരവിറക്കി. എന്തോ അപരാധമെന്ന് പറയുന്നതായിട്ട് കണ്ടു. അതിനാണ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. തൊഴിലാളികൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ ഏറ്റിയത് അടച്ചിട്ട ഫാക്ടറി തുറക്കാനാണ്. അതിനുവേണ്ടി മുതലാളിമാരുടെ യോഗം വിളിക്കും. കുറഞ്ഞ വിലയ്ക്ക് തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ കമ്പനികളെ അവഗണിച്ചു എന്നാണ് പ്രധാന ആക്ഷേപം. ഇതിനുവേണ്ടി മന്ത്രിയുടെ ചേംബറിൽ കരാറുകാരുടെ യോഗം വിളിച്ച് ഗൂഢാലോചന നടത്തി. ഇതുമൂലം സർക്കാരിന് 1.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പരാതിക്കാരൻ അഡ്വക്കേറ്റ് P. റഹീമിന്റെ ഹർജി. അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്ത് വന്നു. അവർ തന്നെ നേരത്തെ UDF മന്ത്രിമാർക്കെതിരെ പരിശോധന വരുമ്പോഴേക്കും തന്നെ അവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അവരുടെ അന്നത്തെ ആ ആവശ്യം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് അവരാലോചിക്കട്ടെ. ഏതായാലും സമാന ആരോപണത്തിൽ കടകംപള്ളി മനോജ് എന്നയാൾ നൽകിയ പരാതിയിൽ കൊല്ലത്തെ വിജിലൻസ് യൂണിറ്റും ത്വരിത പരിശോധന നടത്തി വരികയാണ്. റാഹിസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് P. റഹീം പരാതിക്കാരനും പൊതുപ്രവർത്തകനും തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ ചേരും. CPM നേതാവും MLA-യുമായ M. നൌഷാദ് കൊല്ലം ബ്യൂറോയിൽ നിന്ന് ചർച്ചയിൽ ചേരുന്നു. ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ SR ശക്തിധരൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് ചർച്ചയിൽ ചേരുന്നത്. കോൺഗ്രസ് നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ PM സുരേഷ് ബാബുവിനെ പ്രതീക്ഷിക്കുന്നു വൈകാതെ ഈ ചർച്ചയിൽ. ആദ്യം അഡ്വക്കേറ്റ് P. റഹീം, മന്ത്രി വ്യക്തമായി പറയുന്നു മുതലാളിമാരെ വിളിച്ചു വരുത്തി ചർച്ച നടത്തേണ്ടി വരും, തോട്ടണ്ടി ഇറക്കുമതി സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അങ്ങനെ തോട്ടണ്ടി ഇറക്കുമതി ചെയ്താണ് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാനും തൊഴിലാളികളുടെ ക്ഷേമം ഉദ്ദേശിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനും സർക്കാരിന് സാധിക്കുക എന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, മന്ത്രിയുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഏത് വിധത്തിലുള്ള ഇടപെടലാണ് പരാതിയിൽ താങ്കൾ ഉന്നയിക്കുന്നത്? കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നതിനെ സംബന്ധിച്ചും ഈ വ്യവസായവും തൊഴിലുമായി ബന്ധപ്പെട്ട മേഖലകളെ സംബന്ധിച്ചൊക്കെ മന്ത്രിമാർ ചർച്ചകൾ വിളിക്കേണ്ടത് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. പക്ഷേ ഈ ചർച്ച വിളിക്കുന്നത് തൊഴിലാളികളുടെയും അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണോ, അത് മറ്റ് രീതിയിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം ഒളിഞ്ഞ് ഉള്ള ചില അജണ്ടകൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മന്ത്രിയുടെ ചുമതല തന്നെ ഈ രംഗം നേരെ ചെവ്വേ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മീറ്റിങ്ങുകൾ കൊണ്ടുവരും. മീറ്റിംഗ് കൂടി തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ മീറ്റിംഗ് കൈക്കൊണ്ട തീരുമാനങ്ങൾ, ആ മീറ്റിംഗ് വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? അതായത് കശുവണ്ടി വ്യവസായികളുടെ ചില പരാതികൾ പരിഹരിക്കാനെന്ന് പറഞ്ഞാണ് മീറ്റിംഗ് വിളിച്ചത്. പരാതികൾ ആർക്കുണ്ടായാലും അത് പരിഹരിക്കണം. പക്ഷേ അത് പരിഹരിക്കുമ്പോൾ ന്യായമായ രീതിയിൽ ആർക്കും നഷ്ടമുണ്ടാകാതെ വ്യവസായ മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കുമെല്ലാം അതിൻ്റെ ഗുണകരമായ രീതിയിൽ നേട്ടമുണ്ടാകുന്ന രീതിയിൽ അത് പരിഗണിക്കണം.
ഇവിടെ മന്ത്രി വിളിച്ച യോഗത്തിന് ശേഷമാണ് ഈ ഞാൻ ഉന്നയിച്ച ആരോപണത്തിന് നിദാനമായ 3 ഗവൺമെൻറ് ഉത്തരവുകൾ ഇറക്കിയത്. ഈ ഗവൺമെൻറ് ഉത്തരവുകൾ ഇറക്കുന്നതിന് നിദാനമായി വർത്തിച്ചത് ഈ മീറ്റിംഗാണ്. ഈ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് കുറഞ്ഞ നിരക്കിൽ കോട്ട് ചെയ്ത ടെൻഡറുകൾ കശുവണ്ടി വികസന കോർപ്പറേഷനിലും അതുപോലെ തന്നെ ക്യാപെക്സിലും ഉണ്ടായിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടി അതിൻ്റേത് ആ ഭരണസമിതികൾ വിട്ടിരിക്കവെയാണ് ഈ വിവാദ മീറ്റിംഗ് നടന്നത്. ഈ വിവാദ മീറ്റിംഗ് നടന്നപ്പോൾ എന്തു പറ്റി? മന്ത്രി എന്താണോ ഉദ്ദേശിച്ചത്, മന്ത്രി എന്താണോ ഉദ്ദേശിക്കുന്നത്, അത് നടത്തുന്നതിന് അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി IAS-കാരനായ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ MD മാറ്റി. മുമ്പ് അഴിമതിയും കെടുകാര്യസ്ഥതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് റിയാബ് പോലും എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്ത മന്ത്രിയുടെ ഭർത്താവ് ക്യാപെക്സിൻ്റെ ചെയർമാനായിരുന്ന കാലത്ത് MD ആയിരുന്ന എന്ന ഒരാളിനെ ക്യാപെക്സിൻ്റെ MD ആയി കൊണ്ടുവന്നു. പിന്നെ നടന്നതെല്ലാം വളരെ ത്വരിതഗതിയിലായിരുന്നു. കാരണം ഈ മീറ്റിങ്ങിന് ശേഷം നേരത്തെ കോട്ട് ചെയ്ത വിലയേക്കാൾ കുറച്ച് കശുവണ്ടി വാങ്ങിയിരുന്നുവെങ്കിൽ മന്ത്രി പറഞ്ഞ പ്രസ്താവനയോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുമായിരുന്നു. റൈറ്റ് റഹീം, ഞാൻ മടങ്ങിയെത്താം. ഷിനൌഷാദ്, റഹീം ഉന്നയിക്കുന്ന പരാതി ടെൻഡർ വിളിച്ചപ്പോൾ കുറഞ്ഞ തുകയ്ക്ക് തോട്ടണ്ടി ലഭ്യമാക്കാം എന്ന് പറഞ്ഞ 2 കമ്പനികൾ ഉണ്ടായിരുന്നു. ഒന്ന് സിബീസ് കമ്മ്യൂണിറ്റീസും എക്സൽ സയൻറ്റിഫിക്കും, 2 കമ്പനികൾ. ആ കമ്പനികളുടെ കൊട്ടേഷൻ തള്ളിക്കളഞ്ഞുകൊണ്ട് കൊലാം ഇന്ത്യ എന്ന കമ്പനിക്ക് കശുവണ്ടി വികസന കോർപ്പറേഷൻ തോട്ടണ്ടി വാങ്ങാനുള്ള ടെൻഡർ കൊടുത്തു. ഇത് ജൂണിലാണ് ഉണ്ടായത്. ജൂലൈയിൽ വിനായക കൊമേഴ്സ്യൽ കമ്പനി ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു. അതിൽ പറഞ്ഞ തുക കൂടുതലാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. പിന്നീട് വിനായക കൊമേഴ്സ്യൽ കമ്പനിക്ക് തന്നെ കൂടിയ തുകയ്ക്ക് തോട്ടണ്ടി ഇറക്കാനുള്ള അനുമതി കൊടുക്കുന്നു. ഇത് ക്രമവിരുദ്ധമാണ്. ഇതുവഴി സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് നഷ്ടമുണ്ടായിരിക്കുന്നു 1.5 കോടിയോളം രൂപ. അങ്ങനെ നഷ്ടമുണ്ടാക്കും വിധത്തിലെടുത്ത തീരുമാനം, അതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്നതാണ് ആരോപണം. ഈ നടപടിക്രമങ്ങളിൽ ക്രമക്കേടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഇല്ല, ഈ പറഞ്ഞ തരത്തിലല്ലല്ലോ സംഭവം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കശുവണ്ടി ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണ്. ഈ കശുവണ്ടി ഫാക്ടറികൾ അടഞ്ഞു കിടക്കുന്ന ഘട്ടത്തിൽ തന്നെ കാഷ്യൂ കോർപ്പറേഷനിലെ തോട്ടണ്ടി വാങ്ങിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള CBI അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു കശുവണ്ടി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച്. ഈ തൊഴിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി വാങ്ങിക്കാതെ കശുവണ്ടി വറുക്കാതെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ടെൻഡർ ക്ഷണിച്ചു. ഈ ടെൻഡറാണ് നടത്തിയത്. പക്ഷെ ആ ടെൻഡറുകളിലൊന്നും തന്നെ 1ഉം 2ഉം ഘട്ടത്തിൽ ടെൻഡറിൽ ആരും പങ്കെടുത്തില്ല. അപ്പോൾ ആ പങ്കെടുക്കാതിരുന്നത് തന്നെ ഒരു ലോബിയിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഈ ലോബിയിങ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന്, കശുവണ്ടി ഫാക്ടറി അണ്ടി വാങ്ങിക്കരുത്, ഫാക്ടറി തുറക്കരുത്, വിശിഷ്യ ഓണത്തിന് മുമ്പ് ഒരു കാരണവശാലും തുറക്കരുത്. ആ ഒരു നിലപാട് ചില താല്പര്യ കക്ഷികൾ സ്വീകരിച്ചിരുന്നു. അവരുടെയൊക്കെ ഒരു ഇടപെടലിന്റെ ഭാഗമായി ടെൻഡറിൽ തന്നെ ആരും പങ്കെടുത്തിട്ടില്ല. കാരണം 2, പങ്കെടുത്താൽ കാശ് കിട്ടുമോ എന്ന സംശയം ഈ സ്വാഭാവികമായും വിതരണം ചെയ്തു കഴിഞ്ഞിട്ട് പൈസ കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അത് നിലനിൽക്കുന്ന സമയത്താണ് സ്വാഭാവികമായും വിളിച്ച് കാശ് നിങ്ങൾ ടെൻഡറിൽ പങ്കെടുക്കണം, ആ പങ്കെടുത്തു കഴിഞ്ഞാൽ കൃത്യമായും ആ പൈസ നൽകുന്നതായിരിക്കും എന്ന തരത്തിലുള്ള വർത്തമാനം മന്ത്രി നടത്തിയത്. അത് മന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞല്ലോ. ഈ ഉന്നയിക്കുന്ന ആരോപണം നിയമസഭയിൽ ശ്രീമാൻ VD സതീശൻ ഉന്നയിച്ചതാണ്, പുതിയ ആരോപണമൊന്നുമല്ല. ഈ ഉന്നയിച്ചപ്പോ മന്ത്രി ഷിനൌഷാദ്, തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കുക, അതിനുവേണ്ടി തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുക, ഇതിലൊന്നും ആരും ആക്ഷേപം ഉന്നയിക്കുന്നില്ല. അതൊക്കെ വേണ്ട നടപടികൾ തന്നെയാണ്. പക്ഷേ കുറഞ്ഞ തുകയ്ക്ക് കോട്ട് ചെയ്ത 2 കമ്പനികൾ ഉണ്ടായിരിക്കെ കൂടിയ തുകയ്ക്ക് എന്തിന് തോട്ടണ്ടി വാങ്ങാൻ തീരുമാനമെടുത്തു എന്നതിലാണ് പ്രശ്നം. അത് ഒരു തവണയല്ല 2 തവണ അങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നു. അല്ല, അത് തെളിയിക്കട്ടെ അവര്. അങ്ങനെ ഇത് ആരോപണം ആർക്കും ഉന്നയിക്കാം. കുറഞ്ഞ ലോവസ്റ്റ് ടെൻഡറിന് തന്നെയാണ്
പിന്നെ അതിനുള്ള ഉത്തരവ് നൽകിയിട്ടുള്ളത്. സാങ്കേതികമായ പ്രശ്നങ്ങൾ ഊന്നിയിട്ടല്ല നിൽക്കേണ്ടത്. അതിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കരാർ ഉണ്ടാക്കിയപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഔട്ടേൺ എന്ന് പറയും, ഇപ്പോൾ 52, 51, 53 എന്നൊക്കെ പറയും. ഈ 52 ഔട്ടേൺ വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മുൻകാലങ്ങളിലെല്ലാം തന്നെ ആ പിന്നെ ഔട്ടേൺ എത്ര കിട്ടിയാലും ഈ വിലയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ഔട്ടേൺ ലഭിക്കുന്നതിൽ കുറവ് വന്നാൽ ആ കുറവിൻ്റെ തുക കുറയ്ക്കും എന്ന് പറഞ്ഞ് കരാറുണ്ടാക്കിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1.5 കോടി രൂപ ആ ഇനത്തിൽ മാത്രം ഈ ഔട്ടേണിൽ വന്ന കുറവിൽ അവർ കോട്ട് ചെയ്ത വിലയിൽ വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായി കോർപ്പറേഷന് ലാഭമുണ്ടായി. നൗഷാദ്, അത്തരത്തിലൊരു ലാഭം കോർപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷൻ ഇപ്പോൾ ലാഭത്തിലാണ്, ലാഭവിഹിതം സർക്കാരിന് കൊടുക്കാൻ പോകുന്നു. ഇത്തരം വാർത്തകളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു ലാഭം ഈ കുറഞ്ഞ തുകയ്ക്ക് കോട്ട് ചെയ്ത കമ്പനികൾക്ക് തോട്ടണ്ടി ഇറക്കാൻ അനുമതി കൊടുത്താലും ഈ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യാമല്ലോ. അത് മറികടക്കാൻ എന്തുകൊണ്ട് തീരുമാനമെടുത്തു എന്നതാണ് പ്രശ്നം. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞ ഈ വസ്തുതകളെ മറച്ച് പിടിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റ് നടത്തിയ ടെൻഡറിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അതിൽ സ്വാഭാവികമായും പിന്നെ അണ്ടിയുടെ വില എപ്പോഴും ഒരുപോലെയാണോ? നിങ്ങളെന്താ അത് മനസ്സിലാക്കുന്ന? അങ്ങനാണെങ്കിൽ ഇപ്പോൾ ടെൻഡർ ചെയ്തത് ഈ പിന്നെ ക്യാഷ് കോർപ്പറേഷൻ ക്യാൻസൽ ചെയ്തല്ലോ. കാരണം പിന്നെ കരാർ ടെൻഡർ എടുത്തതിന് ശേഷം അവർ കോട്ട് ചെയ്ത വിലയേക്കാൾ മാർക്കറ്റിൽ വലിയ കുറവ് വന്നു. ആ കുറവ് വന്നപ്പോൾ ആ ടെൻഡർ ക്യാൻസൽ ചെയ്തു. കശുവണ്ടിക്ക് എല്ലാ സമയവും ഒരേ വിലയൊന്നുമല്ല. അത് ശരിയായിരിക്കാം ശ്രീ നൗഷാദ്. അങ്ങനെയെങ്കിൽ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വിടുക. രണ്ടാമത്, ജൂലൈയിൽ വിനായക കമേഴ്സ്യൽ കമ്പനിക്ക് $1886 ടെൻഡറാണ് കാപ്പെക്സിന് കൊടുത്തത്. അത് മാറ്റി അതേ കമ്പനിക്ക് തന്നെ $2119 ടെൻഡർ കൊടുക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? താങ്കൾ എന്താണത് മനസ്സിലാക്കുന്നത്? ഓരോ സമയത്തും ഒരിക്കൽ ഞാനിപ്പോൾ ഇന്നിപ്പോൾ 50 രൂപ കോട്ട് ചെയ്തു, നാളെ ചിലപ്പോൾ ഞാൻ 100 രൂപയായിരിക്കും കോട്ട് ചെയ്യുന്നത്. ആ ഓരോ സമയത്ത് പരിപ്പിന്റെ വിലയും അണ്ടിയുടെ വിലയും ഈ പറയുന്ന ചർച്ച കേട്ട് കഴിഞ്ഞാൽ തോന്നും എന്നും സ്ഥിരമായിരിക്കുമെന്നാണ്. ശ്രീ നൗഷാദ്, അങ്ങനെയല്ല. മാർക്കറ്റിൽ ഇത് മാറിക്കൊണ്ടിരിക്കുമെന്ന് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ ചർച്ച നടത്തുന്നവരും ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇതിൽ പങ്കെടുക്കുന്നവരും ഒക്കെ. പക്ഷെ ഒരു കമ്പനി ഒരു തുകയ്ക്കൊരു കോട്ട് തരുന്നു, അതിന്മേൽ ഒരു തീരുമാനമെടുക്കുന്നില്ല. അതുമാത്രവുമല്ല, അത് നൽകിയ വില കൂടുതലാണ് എന്ന് പറഞ്ഞ് ആ ടെൻഡർ തള്ളുന്നു. അതിനുശേഷം അതേ കമ്പനിയിൽ നിന്ന് തന്നെ കൂടിയ തുകയ്ക്ക് ടെൻഡർ വരുമ്പോൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ യുക്തിയാണ് ചോദിക്കുന്നത്. അല്ല, അതിൻ്റെ യുക്തിയിൽ അത് വാസ്തവ വിരുദ്ധമാണ്. അങ്ങനല്ല സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ കോടതി പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി അത് സ്വാഗതം ചെയ്തു. അതിൽ നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് വർത്തമാനം പറയുന്ന കണക്കല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇതിലൊന്നും ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല. വളരെ സുതാര്യമായി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് അത് ഉറപ്പ് വരുത്തുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് ഒരു ഗവൺമെന്റ്. ശക്തിധരൻ, ഇതുപോലൊരു ആരോപണം ബന്ധു നിയമനത്തിൽ ഉണ്ടായപ്പോഴാണ് ത്വരിതാന്വേഷണം ഉണ്ടായത്. അതേ തുടർന്ന് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സമാനമായൊരു സാഹചര്യം LDFും പിണറായി വിജയൻ സർക്കാരും നേരിടുന്നുണ്ടോ? രണ്ടായിട്ട് നാം കാണണം. ഈ ബന്ധു നിയമനം സംബന്ധിച്ചുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊരു അന്വേഷണത്തിൻ്റെ പരിധിയിലിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്താ? ഈ ആരോപണം കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് VD സതീശൻ നിയമസഭാ ഫ്ലോറിൽ ഉന്നയിച്ചതും മന്ത്രി അതിന് വളരെ വ്യക്തമായ രീതിയിൽ മറുപടി പറയുകയും ഏത് അന്വേഷണം വന്നാലും അതിനെ നേരിടാം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നതാണ്. ഇവിടെ മറ്റേ നൗഷാദ് സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ ആവതും വേഗം തുറന്ന് ഓണക്കാലത്ത് അവർക്ക് മറ്റെല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ മറവിൽ അഴിമതി നടത്തിയെന്നൊക്കെ ഉള്ളത് ഇവരുടെ വാദമാണ്. ഇവരങ്ങനെ നടത്തിയിട്ടുള്ളവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത്, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന റഹീം പൊതുപ്രവർത്തകൻ മാത്രമല്ല, ഒരു കോൺഗ്രസ് സജീവ പ്രവർത്തകൻ കൂടിയാണ്. ഈ തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഈ കേസ് കൊടുത്തു എന്നുള്ളതൊന്നും കൊണ്ട് ഒരു ആക്ഷേപമായിട്ട് ഞാൻ പറയുന്നതല്ല.
അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. വി.ഡി. സതീശൻ ഇത് ഫ്ലോറിൽ കൊണ്ടുവന്നിട്ട് ഫ്ലോറിൽ അത് AC ഇല്ല എന്നുള്ളതായിരുന്നു ഒരു വസ്തുത. കാരണം എല്ലാവർക്കും അറിയാം ഈ കാര്യത്തിൽ അതിനു മുൻപ് ഉള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ കശുവണ്ടി കോർപ്പറേഷനും കാപ്പക്സും എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്ന് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ CBIയുടെയും മറ്റുമൊക്കെ നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു നടപടിയിലേക്ക് LDF ഗവൺമെൻറ് പോകും എന്ന് സാമാന്യ ബുദ്ധിയുള്ളവരാരും കരുതുന്നില്ല. ഇവിടെ നൗഷാദ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. കശുവണ്ടിയുടെ വില വടി പോലെ നിൽക്കുന്നതല്ല, അത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. രാജീവ് ശങ്കരൻ പറഞ്ഞതും ശരിയാണ്. ഇതൊക്കെ അറിയാവുന്നവരാണ് കേൾക്കുന്നവരും കാണുന്നവരും നടത്തുന്നവരും എന്നൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും ഈ കാര്യത്തിൽ അധികാരത്തിൽ വന്ന് 2 മാസമാകുമ്പോഴേക്കും ഇത്തരം വലിയ ഒരു അഴിമതിക്ക് മന്ത്രി കൂട്ടുനിന്ന് കൊടുത്തു എന്നുള്ള ആരോപണം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് ശ്രീ SR ശക്തിധരൻ, ആ പറഞ്ഞതിലൊക്കെ കഴമ്പുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വരുന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് ശക്തമായ പ്രചാരണം നടത്തിയവരാണ് LDF, അതിൻ്റെ മുൻനിരയിൽ നിന്നതാണ് CPM. ഇതൊക്കെ അറിയാം. പക്ഷേ ഈ പറയുന്ന ആരോപണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. ഇതിൻ്റെ ടെൻഡറിങ്ങിൽ ഇന്ന നിലപാടുകളാണ് സർക്കാർ സ്വീകരിച്ചത് എന്നൊരു മറുപടി കൃത്യമായി കോടതിയിൽ കൊടുക്കാനുണ്ടെങ്കിൽ അത് നാളെ കൊടുക്കാവുന്നതേ ഉള്ളൂ സർക്കാരിന്. അങ്ങനെ കൊടുത്ത് ഇതിലൊരു അന്വേഷണം ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് കോടതി ഇത് പരിഗണിക്കുന്നതിൻ്റെ തലേന്ന് വിജിലൻസ് ഡയറക്ടർ ത്വരിതാന്വേഷണത്തിന് ഉത്തരവിടുന്നത്? അത് വിജിലൻസ് ഡയറക്ടറോട് ചോദിക്കേണ്ട കാര്യമാണ്. അതിനും ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല. കാരണം നാളെ ഇത് കോടതിയിൽ വരികയാണ്. കോടതിയിൽ വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ളൊരു ത്വരിതാന്വേഷണ ഉത്തരവ് എന്ത് സാഹചര്യത്തിൽ എന്ത് സാങ്കേതിക അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയാനായിട്ട് ഞാൻ ബാധ്യസ്ഥനല്ല. അത് ആ തീരുമാനമെടുത്ത അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളാണ് അതിനുള്ള മറുപടി ജനങ്ങളോട് പറയേണ്ടത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് പറയേണ്ടത്. അത്രയുള്ള അതിനകത്തുള്ള പ്രശ്നം. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് യാതൊരു കുലുക്കവുമില്ല. മന്ത്രി പറഞ്ഞല്ലോ അന്വേഷണം വരട്ടെ, എനിക്ക് യാതൊരു പേടിയുമില്ല എന്ന് ഇപ്പം മാത്രമല്ല നേരത്തെയും പറഞ്ഞതാണ്. ഇപ്പം ഇങ്ങനെ ഈ നാളെ കോടതിയിൽ ഇത് പരിഗണിക്കപ്പെടാൻ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഈ CBIയെ സംബന്ധിച്ച് CBI അല്ല നമ്മുടെ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണത്. അപ്പോഴാണ് അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെ വേണമെങ്കിൽ ഇന്നിപ്പോൾ അത് പറയേണ്ട കാര്യമൊന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത് വകുപ്പ് വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ട് നാം ഇതിനെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ വിജിലൻസ് ഇപ്പോൾ കൂട്ടിലടച്ച തത്തയാണെന്നൊക്കെ ഇവിടെ പ്രതിപക്ഷത്തുനിന്ന് പലരും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനവുമായി വിജിലൻസ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. അഡ്വക്കേറ്റ് റഹീം, ഇവിടെ പറയുന്നത് പോലെ ഇതൊക്കെ ഈ പറയുന്ന വസ്തുതകളൊക്കെ അടിസ്ഥാനമില്ലാത്തതാണ്. അത്തരം ഒരു സംഗതിയും നടന്നിട്ടില്ല. കശുവണ്ടിയുടേതടക്കം ഇത്തരം സംഗതികളുടെ വിലകളൊക്കെ മാർക്കറ്റിൽ മറിയുന്നതാണ്. അതിനനുസരിച്ചുള്ള ടെൻഡറുകൾ സമർപ്പിക്കപ്പെടുന്നു, അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെയാണോ കാര്യങ്ങൾ? അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം വില മറിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ പോലും കുറഞ്ഞ റേറ്റിൽ കശുവണ്ടി സപ്ലൈ ചെയ്യാനുള്ള ടെൻഡറുകൾ നിലനിൽപ്പുണ്ട്. അപ്പോൾ ആ ടെൻഡറുകളെ അംഗീകരിക്കുകയായിരുന്നു ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡറാണ്. ഈ ഓർഡറിനകത്ത് പറയുന്നത് റേറ്റ് കോട്ടഡ് ബൈ ദം വാസ് വെരി ഹൈ വെൻ കമ്പയർഡ് ടു മാർക്കറ്റ് പ്രൈസ്. വെരി ഹൈ. ഇത് പറഞ്ഞ് 19 ദിവസത്തിനുള്ളിലാണ് 1886 രൂപ കോട്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് തന്നെ 2119 രൂപയ്ക്ക് കശുവണ്ടി വാങ്ങുന്നത്. അപ്പോൾ ഈ കശുവണ്ടി കുറഞ്ഞ റേറ്റിൽ വാങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷന് ഉണ്ടായി എന്ന് എൻ്റെ സുഹൃത്ത് ശ്രീ നൗഷാദ് പറഞ്ഞതിനേക്കാൾ വളരെ കൂടുതൽ ലാഭം തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഉണ്ടാകുമായിരുന്നു. അതിൻ്റെ ഗുണം തൊഴിലാളികൾക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നു. പിന്നെ മന്ത്രി ഫ്ലോറിൽ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞു, സ്വാഗതം ചെയ്തു. ഇന്നും സ്വാഗതം ചെയ്തു എന്നാണ് എൻ്റെ സുഹൃത്തുക്കളുടെ ഈ സംഭാഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
നമ്മൾ അന്വേഷണത്തെ സ്വാഗതം ചെയ്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ വെറും വാക്കുകൾ കൊണ്ട് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. അന്വേഷണം ഒരു അഴിമതി സംബന്ധിച്ച് കുറച്ച് വിവരങ്ങൾ കിട്ടിയാൽ അത് ഞാൻ ഉന്നയിച്ചാലും എൻ്റെ സുഹൃത്ത് ശക്തിധരൻ ഉന്നയിച്ചാലും ആരുന്നയിച്ചാലും അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ നിർഭയമായി അന്വേഷണം നടത്തണം. റൈറ്റ് റഹീം, ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ചേരുന്നു ചർച്ചയിൽ. ഇപ്പോൾ ശ്രീ പി എം സുരേഷ് ബാബു, എത്രമാത്രം ഗൗരവമുള്ളതാണ് ഈ ആരോപണം? മന്ത്രി മാറി നിന്ന് ഒരു അന്വേഷണം നടക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അതിനകത്ത് ഞാനൊരു നിഷ്പക്ഷമായി സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് എ വിസ്ഡം ഓഫ് ദ മിനിസ്റ്റർ. പക്ഷേ ആ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്. ഒന്ന് അതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ്, മറ്റൊന്ന് CPMൻ്റെ പ്രതിനിധിയാണ്. CPM ഈ കാര്യങ്ങളിലൊക്കെ എടുക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത രാഷ്ട്രീയ ധർമ്മം, ആ ധർമ്മത്തിന് വിരുദ്ധമാണോ അല്ലയോ എന്ന് അവർ ആദ്യം തീരുമാനിക്കണം. അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചകൾക്കൊക്കെ ശേഷം ഈ മന്ത്രിയുടെ മാറി നിന്നുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതൊക്കെ കുറിച്ച് പൊതുവായി ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം എല്ലാ കാലവും ഉയർത്തിയിരിക്കുന്നത് ആരോപണ വിധേയരായ ആളുകൾ മാറി നിന്നുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളത്. അതിൻ്റെ വെളിച്ചത്തിലാണല്ലോ ശ്രീ EP ജയരാജൻ്റെ രാജി പോലും ആ പാർട്ടി ആവശ്യപ്പെട്ട് നടന്നത്. പിന്നീട് രണ്ടാമത് ശ്രീ മണിയുടെ രാജി ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് അത് നേരത്തെ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെയുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് പുതുതായി ഒന്നും അതിനകത്തില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. അത് ചർച്ചയില്ലാത്തതുകൊണ്ട് ഞാനതിവിടെ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ മുഖം കാഴ്ചവെക്കാൻ പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവും ബോധവുമില്ല എന്നുള്ളത് വേറെ കാര്യം, അത് നമുക്ക് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ മന്ത്രി എന്ത് ചെയ്യണമെന്ന് മന്ത്രിക്ക് തീരുമാനിക്കാം, മന്ത്രി അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തീരുമാനിക്കാം, CPIMൻ്റെ നേതൃത്വപാഠത്തിനും തീരുമാനിക്കാം. പക്ഷേ പൊതുസമൂഹത്തിനകത്ത് ഇടതുപക്ഷവും CPMഉം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എടുക്കുന്ന സമീപനവും ഭരണത്തിലിരിക്കുമ്പോൾ എടുക്കുന്ന സമീപനവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം അസ്വസ്ഥരായിട്ട്. ഇപ്പോൾ രാജി ആവശ്യപ്പെടാതിരിക്കുന്നത് ഭരണപക്ഷത്തിരുന്നപ്പോൾ ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ആളുകളൊന്നും രാജിവെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത്തരം ആരോപണം വരുമ്പോൾ ഞങ്ങൾക്ക് രാജി ആവശ്യപ്പെടാനുള്ള അർഹതയില്ല എന്ന തോന്നൽ കൊണ്ടാണോ കോൺഗ്രസ് ഇപ്പോൾ രാജി? അല്ല, അങ്ങനെ ഒരു ചോദ്യം വരികയാണ്. ഞങ്ങൾ ഇപ്പൊ തന്നെ രാജി ആവശ്യപ്പെട്ടേക്കാം. ഞങ്ങൾ അന്ന് ഉയർത്തിയ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിമുഖത കാണിച്ചു, തീരുമാനിക്കട്ടെ എന്നാണ്. അതാണ് ഞാനും അത് തന്നെയാണല്ലോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അന്നെടുത്ത നയത്തിനനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും ഈ കാര്യത്തിലും എടുത്തിരിക്കുന്നത്. തിരിച്ചാണ് ഞാൻ പറയുന്നത്. അന്നെടുത്ത അതേ നയം ഈ കാര്യത്തിൽ മേഴ്സിക്കുട്ടി അമ്മയുടെ കാര്യത്തിലും നമ്മളത് എടുക്കുന്നു. പക്ഷേ അത് മറിച്ച് മറ്റൊരു അർത്ഥത്തിലല്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. മറിച്ച് ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷം എടുത്ത നയത്തിന് അനുസൃതമാണോ ഇപ്പോഴത്തെ നയം എന്ന് ഇടതുപക്ഷം ചിന്തിക്കണം. എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കോൺഗ്രസ് ഈ ആരോപണത്തെ കാണുന്നത്? ഇത് വളരെ ഗൗരവമുള്ളൊരു ആരോപണമാണെങ്കിൽ ആ ഗൗരവത്തിനനുസരിച്ച് ഈ വിഷയത്തെ പിന്തുടരാനും രാഷ്ട്രീയമായ ചില ആവശ്യങ്ങൾ ഉന്നയിക്കാനും കോൺഗ്രസ് തയ്യാറാകേണ്ടതില്ലേ? അല്ലെങ്കിൽ രാഷ്ട്രീയമായ നിലപാടുകൾ ശക്തമായി എടുക്കുന്നില്ല എന്ന വിമർശനം നേരത്തെ ഉന്നയിക്കപ്പെട്ടതിനെ സാധൂകരിക്കുന്ന വിധത്തിലാവില്ലേ കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാത്തിനും വഴിയുണ്ട്. അതൊന്നും മറച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു വസ്തുത എന്താണ്, ഇന്ത്യയിലെ ഈ അഴിമതി നിരോധന നിയമപ്രകാരം 1 കോടി കട്ടാലും 1 രൂപ കട്ടാലും അല്ലെങ്കിൽ 1 രൂപ നഷ്ടപ്പെടുത്തിയാലും 1 കോടി നഷ്ടപ്പെടുത്തിയാലും ആ ശിക്ഷയുടെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അതേപോലെ ആ വകുപ്പിൻ്റെ ഗ്രാവിറ്റി ഒന്നാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു ഗൗരവം കൂടുതലും മറ്റൊന്നിന് ഗൗരവം കുറവും എന്നൊന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭരണപക്ഷിയുടെ ഭാഗത്തു നിന്ന്, തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കൃത്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് അഴിമതിയാണ്. റൈറ്റ്, ഞാൻ മടങ്ങിയെത്താം. ശ്രീ SR ശക്തിധരൻ, അത്തരത്തിലൊരു ചോദ്യം സ്വാഭാവികമായി വരില്ലേ? കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ LDFഉം CPMഉം മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടിരുന്നു. ത്വരിതാന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ രാജി ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു.
അഴിമതി ആരോപണം നേരിടുന്നവർ അധികാരത്തിൽ തുടർന്നുകൊണ്ട് അന്വേഷണം നടത്തിയാൽ അതിലെന്ത് വിശ്വാസ്യതയാണുള്ളത് എന്ന ചോദ്യം നിരന്തരം ഉന്നയിക്കപ്പെട്ട ഒരു കാലമായിരുന്നു അത്. അതേ ന്യായം ഇപ്പോഴുമില്ലേ? അല്ല, അതൊക്കെ നമുക്ക് വാദത്തിന് വേണ്ടി ഉന്നയിക്കാം, പറയാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഭരണമേറ്റ് 3 മാസം തികയുന്നതിന് മുമ്പ് 1.5 കോടി രൂപയുടെ അഴിമതി വഴുതിക്കുട്ടിയമ്മ നടത്തിയെന്ന് പറഞ്ഞാൽ ഈ ലോകത്താരെങ്കിലും വിശ്വസിക്കുമോ? അത് ഉന്നയിച്ച വി.ഡി. സതീശൻ എന്തെങ്കിലും ഗൗരവം ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വി.ഡി. സതീശൻ അതിൻ്റെ പുറകെ നടക്കില്ലേ? ഇതൊരു ഉണ്ടയില്ലാ വെടി. അവിടെ ഈ കാപ്പെക്സും കാഷി കോർപ്പറേഷനും ഒക്കെ ആയിട്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ കേരളം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊന്ന് കിടന്നോട്ടെ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ളതിനപ്പുറത്ത് ആ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഗൗരവതരമായിട്ടാണ് ഇത് വി.ഡി. സതീശൻ കൊണ്ടുവന്നിരുന്നതെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും UDFും അതുപോലെ തന്നെ അവരുടെ മറ്റ് ഘടകങ്ങളുമൊക്കെ ഇത് ഗൗരവമായി എടുക്കുമായിരുന്നു. അങ്ങനെ എടുത്തില്ല. ഇതിപ്പോൾ റഹീം ഒരു പരാതി കൊടുത്തതിൻ്റെ പുറത്ത് ഈ പരാതി വിജിലൻസിന് വി.ഡി. സതീശന് കൊടുക്കാമായിരുന്നില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ഇതിനാവശ്യമായ സബ്സ്റ്റാൻസ് ചെയ്യാവുന്ന വിഷയങ്ങളൊന്നും അവരുടെ കയ്യിലില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ചോദിക്കും, വിജിലൻസ് എന്തിനാണിത് നാളെ ഇത് കോടതിയിൽ വരാനിരിക്കുക ഇപ്പോൾ തന്നെ എടുത്തത് എന്നുള്ള ചോദ്യങ്ങളും വരാം. അതിനൊക്കെയുള്ള മറുപടി അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്ത് സാഹചര്യത്തിലാണ് ഇതൊക്കെ ഉണ്ടായിരിക്കാം. ഈ ആരോപണം ഒരുപക്ഷെ അടിസ്ഥാനമില്ലാത്തതായിരിക്കാം. പക്ഷേ ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്വരിതാന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ന്യായമായും അതിന്മേൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുന്നുവെന്നും വസ്തുതകൾ പുറത്തു വരുന്നുവെന്നും ജനത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അത് മന്ത്രിക്കും സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കും. ത്വരിതാന്വേഷണം വേണ്ടാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നടക്കുന്നോട്ടെ എന്നാണ് മന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത്. മറ്റവരൊക്കെ അങ്ങനെയല്ലായിരുന്നു. ആ നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലത്ത് നമ്മളെല്ലാം കേട്ടതല്ലേ. എന്ത് ദുരിതാന്വേഷണം, ഇവരാര് ദുരിതാന്വേഷണം ഇടാൻ എന്നൊക്കെ ചോദിച്ച ആളുകളുള്ളവരാണ്. അതേ ആളുകളാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അതുകൊണ്ട് അത് ത്വരിതാന്വേഷണം നടക്കട്ടെ. ഒരു വിരോധവും ആർക്കുമില്ല. അവർ അങ്ങനെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതിയുടെ പങ്ക് ആരെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ അതിന് ശിക്ഷ അനുഭവിക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളും. ഞങ്ങൾക്ക് അതിനകത്തൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ശ്രീ നൗഷാദ്, താങ്കൾ ഈ നേരത്തെ വിശദീകരിച്ച വിധത്തിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക. പക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കാപ്പെക്സിൻ്റെ MD ആയിരിക്കുകയും അഴിമതി ആരോപണങ്ങൾ നേരിടുകയും ചെയ്ത വ്യക്തിയെ ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം തിരികെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നു എന്നത് വസ്തുതയാണ്. അതെന്തിനു വേണ്ടിയായിരുന്നു? ഇത്തരം ഒരു അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയായിരുന്നു എന്ന ആക്ഷേപം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അല്ല, മനസ്സിലാക്കേണ്ടത് ഒന്ന്, അഴിമതി ആരോപണം ഉന്നയിക്കുക, അതിനകത്ത് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക, മന്ത്രി രാജിവെക്കുക. പിന്നെ എല്ലാ മന്ത്രിമാർക്കും ദിവസവും ഇങ്ങനെ രാജിവെച്ചോണ്ടിരിക്കാനേ സമയം കാണത്തുള്ളൂ. എന്തൊരു കാഴ്ചപ്പാടാത്! ആർക്കും ഒരു പരാതി ആർക്കും ഉന്നയിക്കാം. നേരത്തെ ശ്രീ ശക്തിധരൻ അവർ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ നിയമസഭയ്ക്കകത്തത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വി.ഡി. സതീശൻ ഉത്തരവുകൾ എടുത്ത് കാണിക്കുന്നു, പേപ്പർ എടുത്ത് കാണിക്കുന്നു, വല്ലാത്ത ബഹളത്തിൽ ഇത് അവതരിപ്പിച്ചു. പക്ഷേ മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഒരു കാര്യം മന്ത്രി പറഞ്ഞു, ഇതിലെന്തെങ്കിലും അഴിമതി ആരോപണം ഉണ്ടെന്ന് തെളിയിച്ചാൽ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ വെല്ലുവിളിക്കുന്നു. ഇതേ ഭാഷയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി വി.ഡി. സതീശനെ നേരിട്ടത്. പക്ഷെ മിണ്ടിയില്ല സതീശൻ, ഒരന്വേഷണത്തിനും പോയില്ല, പോയില്ല. പിന്നെ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ത്വരിതാന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ഒരു ഘട്ടം മുന്നിലുണ്ട്. അത് നമ്മൾ മറന്നുകൂടാ. അന്വേഷിച്ചോട്ടെ. അല്ല, ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാറി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലപാടാണ്. മന്ത്രി മാറി നിൽക്കുന്നതിനെ കുറിച്ചല്ല താങ്കളോട് ചോദിച്ചത്. ശ്രീ നൗഷാദ്, ഒറ്റ കാര്യം, ഞാൻ മന്ത്രി മാറി നിൽക്കുന്നതിനെ കുറിച്ചല്ല താങ്കളോട് ചോദിച്ചത്. കാപ്പെക്സിന്റെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് കാപ്പെക്സ് ചെയർമാനായിരുന്ന കാപ്പെക്സിന്റെ MD ആയിരുന്ന R. രാജേഷിനെ വീണ്ടും നിയമിച്ചു. അദ്ദേഹം അഴിമതി ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന ആക്ഷേപവുമുണ്ട്. അദ്ദേഹത്തെ എന്തുകൊണ്ട് തിരികെ നിയമിക്കാൻ തീരുമാനിച്ചു? അത് ഇത്തരം ചില ഇടപാടുകൾക്ക് വേണ്ടിയാണ് എന്ന ആക്ഷേപമുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ ആക്ഷേപമൊക്കെ പറയാം, ആർക്കെതിരെ ആക്ഷേപം പറയാം. പക്ഷെ ബഹുമാന്യ സുരേഷ് ബാബു അവർ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. അതെന്താണ്? ഇടതുപക്ഷത്തിന്റെ വിശിഷ്യ CPMന്റെ നിലപാട്, ആ നിലപാടിന് യോജിച്ചതാണോ ഇതെന്ന് അവർ പരിശോധിക്കട്ടെ എന്നാണ് ഈ പ്രതിപക്ഷ
ഇത് പ്രധാന പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാവ് സുരേഷ് ബാബു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്താണ്? അതെന്താണെന്ന് ചോദിച്ചാൽ CPM ഇതിനകത്തൊക്കെ വളരെ വ്യക്തമായ നിലപാടുണ്ട്. ഞങ്ങൾ അങ്ങനല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താ? രാജി നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നെങ്കിൽ ഞങ്ങൾ രാജി ആവശ്യപ്പെടാന്ന് എന്ന് പറഞ്ഞാൽ ഒരു രാജി ആവശ്യം നിലനിൽക്കുന്നതേ അല്ല എന്ന്. ഞാൻ മന്ത്രിയുടെ രാജി ആവശ്യത്തെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ താങ്കളോട് ചോദിച്ചത്. കാഷ്യൂ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്ന നിയമനങ്ങളിൽ ആ നിയമനത്തിൽ കാഷ്യൂ കോർപ്പറേഷന്റെ അല്ല നിയമന കാര്യത്തിൽ UDFന്റെ കാലത്ത് അവർ നടത്താൻ നിന്നിരുന്ന അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തതിന്റെ പേരിൽ UDFന്റെ കാലത്തുള്ള അഴിമതി ഒക്കെ നമുക്കറിയാവില്ല. UDFകാർ കേരളത്തിൽ ഒരാളെ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയാൽ അന്നേരം തന്നെ അറിയാം. പണ്ട് നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ സൂക്ഷിക്കണം എന്ന് പിന്നെ മഹാനായ EMS പറഞ്ഞതുപോലെ ചിലരെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് UDF അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ അങ്ങനാണെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ CPM ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത്. അത് ശരിയോ തെറ്റോ എന്നത് പിന്നീട് വിജിലൻസ് അന്വേഷണത്തിൽ തെളിയട്ടെ എന്ന് നമുക്ക് വിചാരിക്കുകയും ചെയ്യാം. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കൂടി വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, VD സതീശൻ MLA ആണ് ഇത് നിയമസഭയിൽ അഴിമതി ആരോപണമായി ഉന്നയിച്ചത്. അന്നത് മന്ത്രി മറുപടി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം VD സതീശൻ MLA ഈ ആരോപണവുമായി മുന്നോട്ട് പോയില്ല. എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല എന്ന ചോദ്യമാണ് ഭരണപക്ഷത്തുനിന്ന് ഉന്നയിക്കപ്പെടുന്നത്. അങ്ങനെ മുന്നോട്ട് പോയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പാകത്തിലുള്ള തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് എന്നാണ് ഭരണപക്ഷത്തിൻ്റെ വിമർശനം. അല്ല, VD സതീശൻ MLA എന്നുള്ള നിലയിൽ അദ്ദേഹം നിയമസഭയ്ക്കകത്തുണ്ട്, നിയമസഭയിലുണ്ട്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുമുണ്ട്. നമുക്ക് ഇന്നോ നാളെയോ അദ്ദേഹത്തിൽ നിന്ന് തന്നെ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അത് മുന്നോട്ട് പോകാത്തത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് ഇത് അവസാനിക്കേണ്ടതില്ല. എനിക്കതിന് മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന ചില സമീപനങ്ങളും UDF എടുക്കുന്ന ചില സമീപനങ്ങളുമുണ്ട്. പൊതുജന സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഇഷ്യൂ കൊണ്ടുവരിക, അത് കൊണ്ടുവന്ന് അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു സമീപനം, അതിൻ്റെ പിന്നാലെ അത് തന്നെ ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി KM മാണിക്കെതിരെ, K ബാബുവിനെതിരെ ഇങ്ങനെ പറഞ്ഞൊരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഇടതുപക്ഷം പ്രവർത്തിക്കുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല. അതിപ്പോൾ പറഞ്ഞാൽ പറയും. അതിനിപ്പോൾ ശ്രീ നൗഷാദ് പറയാൻ പോകുന്ന മറുപടി വേറെ വിചിത്രമാണ്. ഞാൻ എൻ്റെ ഒരു സത്യസന്ധമായ സമീപനത്തെ അദ്ദേഹം വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി ഇടതുപക്ഷത്തിന് അനുകൂലമായി വ്യാഖ്യാനിച്ചു. എനിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, ഞാനതിന് മറുപടി പറയാനും തയ്യാറാണ്. പക്ഷെ അതല്ലല്ലോ നമ്മളിവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച ഏത് രംഗത്താണെന്നുള്ളത്. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി അധികാരത്തിൽ വന്നാലും അതേ സമീപനമാണ് വേണ്ടത് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ അധികാരത്തിലുള്ളപ്പോഴും അധികാരത്തിലില്ലാത്തപ്പോഴും ഒരേ സമീപനമാണ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഒരു മാർഗം, ന്യായമായ മാർഗങ്ങളും ന്യായമായ സംവിധാനങ്ങളും ഇത്തരം പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ഒരു വഴി ഇവിടെയുണ്ട്, കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. അത് അതിൻ്റെ വഴിയിലേക്ക് വരട്ടെ. ഇവിടെയുള്ള പ്രശ്നം എന്തെന്നാണ്? ഇവിടെ സതീശൻ ഇത് നിയമസഭക്കകത്ത് ഉന്നയിച്ചപ്പോൾ മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് അതിൻ്റെ രേഖകളൊക്കെ ഉണ്ട്. ഞാനത് വെച്ച് മുഴുവൻ ഇവിടെ ഒരു ചർച്ചയ്ക്ക് വിഷയവഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് പരിശോധന നടക്കും ഇത്തരം കാര്യങ്ങൾ. ഒറ്റ കാര്യം പ്രധാനമായിട്ട് ഞാൻ പറയാം. ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ വിൽക്കുന്ന ആൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ഇളവ് വരുത്തിയാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു സ്ഥിതി? ക്വാളിറ്റി ടെസ്റ്റിന് ഉള്ള സംവിധാനത്തെ വേണ്ടെന്ന് വെച്ചിട്ട് ക്വാളിറ്റി പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യാൻ സപ്ലയറെ ചുമതലപ്പെടുത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോഴിരിക്കുന്നൊരു അവസ്ഥ എന്തായിരിക്കും? ബാക്കിയുള്ളതിലേക്കൊക്കെ ശ്രീ റഹീം കുറച്ചുകൂടി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തയ്യാറുള്ളത് കൊണ്ടാണ് ഞാൻ മറ്റുള്ള ഈ ഡോളർ സംവിധാനത്തിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ പറയാതിരിക്കുന്നത്. ഇവിടെ എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഇടതുപക്ഷത്തിനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ 2-4 ദിവസം കാത്തു വെക്കും. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയും ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം ഇതാണ്. ശ്രീ നൗഷാദ് അദ്ദേഹം പൊതുസമൂഹത്തിൽ ഇനിയും ഉണ്ടാവുമല്ലോ.
അദ്ദേഹം പറഞ്ഞ ആരോപണം വന്നാൽ രാജിവെക്കണമെന്നാണുള്ള സ്ഥിതി, അത് എവിടെ ചെന്ന് അവസാനിക്കും, ഇത് രാജിക്ക് മാത്രമല്ലേ അവസരം ഉണ്ടാവുന്നുള്ള ശ്രീ നൗഷാദ് ഇത് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അഭിപ്രായം CPM-ൻ്റെ അഭിപ്രായമായി ഞാൻ എടുക്കുന്നില്ല, പക്ഷെ നൗഷാദിൻ്റെ എങ്കിലും അഭിപ്രായമായിരിക്കണം ഭാവിയിലും, അദ്ദേഹത്തിൻ്റെ എങ്കിലും ഒരു അഭിപ്രായമായി മാറണം. ശ്രീ നൗഷാദ്, രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ഒരൊറ്റ കാര്യം ചോദിച്ചോളട്ടെ. ഈ ടെൻഡർ വഴി തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു സർക്കാർ എന്തിനാണ് മുതലാളിമാരുടെ യോഗം വിളിച്ച് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തി തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുന്നത്? മന്ത്രി തന്നെ ഇന്ന് ഞാൻ മുതലാളിമാരെ വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ പറഞ്ഞതാണല്ലോ രാജശേഖരൻ. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ തുടങ്ങി എവിടെ നിൽക്കുന്നു എന്നുള്ളത് ആലോചിക്കണം. അതുപോലെ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, സുരേഷ് ബാബു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, ഇത് ഇങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ രാജിവെക്കേണ്ട ആവശ്യമില്ല. എല്ലാ ആരോപണങ്ങളും ഒരുപോലാണോ? ഇവിടെ ഇപ്പോൾ തന്നെ നമ്മൾ ചർച്ച തുടങ്ങിയത് ക്വിക്ക് വെരിഫിക്കേഷനും അതിനെ സംബന്ധിച്ചാണ്. വിജിലൻസ് നാളെ കോടതി പരിഗണിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് തുടങ്ങിയത്. എന്നിട്ട് ചർച്ച ഇപ്പോൾ എത്തി നിൽക്കുന്നത് ക്യാപെക്സിന്റെ MD-യിലും മുതലാളിയെ വിളിച്ച ചർച്ചയിലുമാണ്. അതിലാണ് ഇപ്പൊ നമ്മൾ കാര്യം പറഞ്ഞോളട്ടെ ശ്രീ നൗഷാദ്, ഇതൊക്കെ ഈ പരാതിയുടെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. മന്ത്രി തന്നെ ഇന്ന് വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ മുതലാളിമാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ മന്ത്രിക്ക് അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറയാം, 2 തവണ ഈ ടെൻഡർ ചെയ്തിട്ട് ആരും പങ്കെടുത്തില്ല. ആ പങ്കെടുക്കാത്തത് ഈ സാമ്പത്തിക പ്രതിസന്ധിയും കോർപ്പറേഷനിൽ ഇങ്ങനെ അന്വേഷണവും CBI അന്വേഷണവും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് കോർപ്പറേഷൻ അണ്ടി നൽകിയാൽ പൈസ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് സ്വാഭാവികമായിട്ടും സപ്ലയേഴ്സിനുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇതിന് പ്രത്യേകം പൈസ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട, നിങ്ങൾ ടെൻഡറിൽ പങ്കെടുക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് പറയാണ്ട ഒരു ഉത്തരവാദിത്തം മന്ത്രിക്കില്ലേ? ഒരു ആരും പങ്കെടുക്കാതെ മാറി നിന്നാലോ? അപ്പോൾ അതിലുള്ള ഒരു ഇടപെടലായിട്ടാണ് അതിനെ കാണേണ്ടത്, അതിനെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ചിങ്ങമാസം 1-ാം തീയതി ഫാക്ടറികൾ. ഞാൻ അക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ശ്രമിച്ചോളട്ടെ. അഡ്വക്കേറ്റ് റഹീം, ഇതുപോലെ ടെൻഡർ വിളിക്കുകയും ആരും പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണോ മന്ത്രി മുതലാളിമാരുടെ യോഗം വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അതിനുശേഷമാണോ ഈ കമ്പനികളൊക്കെ ടെൻഡറിൽ പങ്കെടുത്തത്? താങ്കളുടെ കൈവശമുള്ള രേഖകൾ എന്താണ് പറയുന്നത്? രേഖകൾ വ്യക്തമാക്കുന്നത് കുറഞ്ഞ റേറ്റ് കോട്ട് ചെയ്ത 2 ടെൻഡറുകളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് ഈ 2 സ്ഥാപനങ്ങളുടെയും ബന്ധപ്പെട്ട ആൾക്കാർ അത് ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തു. അതിൽ തീരുമാനം വെയിറ്റ് ചെയ്യവെയാണ് ഈ കശുവണ്ടി മുതലാളിമാരുടെ യോഗം. പി റഹീം, ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് ക്യാപെക്സും കാഷ്യൂ കോർപ്പറേഷനും? ക്യാപെക്സും കശുവണ്ടി വികസന കോർപ്പറേഷനും. അപ്പോൾ അവർ ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തു തീരുമാനമെടുക്കാനായിട്ട്. ടെൻഡറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ ഇരിക്കവെയാണ് ഈ കശുവണ്ടി വ്യവസായികളുടെ പരാതികൾ പരിഹരിക്കാനെന്നുള്ള രീതിയിൽ ഒരു യോഗം മന്ത്രി വിളിച്ചു കൂട്ടിയത്. ആ യോഗത്തിന് ശേഷമാണ് മറ്റ് കാര്യങ്ങളെല്ലാം വളരെ ത്വരിതഗതിയിൽ മുന്നേറിയത്. അതിനുവേണ്ടി IAS-കാരനായ MD-യെ കാഷ്യൂ വികസന കോർപ്പറേഷനിൽ നിന്ന് മാറ്റി, എന്നിട്ട് വേറൊരു MD-യെ കൊണ്ടുവന്നു. ക്യാപെക്സിൽ നിന്ന് അവിടുത്തെ MD-യെ മാറ്റി, എന്നിട്ട് മുമ്പ് മന്ത്രിയുടെ ഭർത്താവ് ചെയർമാനായിരുന്ന സമയത്ത് അന്ന് MD ആയിരുന്ന ആളിനെ അവിടെ കൊണ്ടുവന്നു. ആ ആളിനെ ഈ പൊതുമേഖലയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനങ്ങളും ഏൽപ്പിക്കരുതെന്ന് റിയാബ് പോലും, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവരുടെ നിയമനങ്ങളെ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്ന അതോറിറ്റിയാണ് റിയാബ്. അവർ റെക്കമെൻഡ് ചെയ്തിരുന്നതാണ്, അവർ അതിനകത്ത് നിരീക്ഷിച്ചിരുന്നതാണ് അദ്ദേഹത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തൊന്നും വയ്ക്കരുതെന്ന്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോൾ വളരെ ഗൗരവമായ, അതായത് പാവപ്പെട്ട കശുവണ്ടി അഡ്വക്കേറ്റ് പി റഹീം ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോളട്ടെ. അഡ്വക്കേറ്റ് പി റഹീം, താങ്കൾ ഈ പറയുന്ന കൊട്ടേഷൻ വിളിച്ച തീയതി, അത് മന്ത്രി അല്ലെങ്കിൽ കൊട്ടേഷൻ ലഭിച്ച തീയതി, 2 കമ്പനികളുടെ കൊട്ടേഷൻ ലഭിച്ച തീയതി മന്ത്രി ഈ മുതലാളിമാരുടെ മീറ്റിംഗ് വിളിക്കുന്നതിന് മുൻപുള്ളത് തന്നെയാണോ? മുമ്പുള്ളത് തന്നെയാണ്. 2 മുമ്പുള്ള ഡേറ്റുകളാണ്. ആ കൊട്ടേഷനുകൾ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനായി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങോട്ട് റെഫർ ചെയ്തത് അവിടെ കിടക്കുകയാണ്. അപ്പോഴാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് വിളിച്ചിട്ട് പിന്നെ 2-3 ഗവൺമെൻറ് ഉത്തരവുകൾ റോക്കറ്റ് വേഗത്തിൽ
ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ അഡ്വക്കേറ്റ് പി റഹീം, ആ ഗവൺമെന്റ് ഉത്തരവുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റ് ഉത്തരവ് വഴിയാണോ ഇത് ഈ നിലവിലുള്ള ടെൻഡറുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് ഉത്തരവ് വഴിയാണോ സർക്കാർ അറിയിച്ചത്? അതെ, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അത് റിജക്റ്റ് ചെയ്യുന്നു, പ്രൈസ് കൂടുതലാണ് എന്ന് ഗവൺമെൻറ് ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് റിജക്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ടെൻഡർ വിളിക്കുമ്പോൾ നമ്മുടെ നിലവിലുണ്ടായിരുന്ന ടെൻഡർ വ്യവസ്ഥകളിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാക്കി. അത് ഉണ്ടാക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, രണ്ടാമത് ടെൻഡർ മുഖാന്തരം ആദ്യത്തെ ലോട്ട് കശുവണ്ടി വന്നപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറവായിരുന്നു. അത് റിജക്റ്റ് ചെയ്യേണ്ട കശുവണ്ടിയാണ്. അതുകൊണ്ട് ആ നിലവാരത്തിലെ ഗുണം കുറഞ്ഞ കശുവണ്ടി കോർപ്പറേഷനും ക്യാപെക്സും എടുക്കുന്നതിന് വേണ്ടി ടെൻഡർ കണ്ടീഷനിൽ മാറ്റം വരുത്തി. നേരത്തെ 15% കൂടുതൽ ഡിഫക്റ്റ് നെറ്റ്സ് ഉണ്ടെങ്കിൽ ആ ടെൻഡർ റിജക്റ്റ് ചെയ്യും സപ്ലൈ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നേരത്തെ ഒരു കശുവണ്ടി ഡിഫക്റ്റ് ആണെങ്കിൽ 1:2 ആണ്. 2 കശുവണ്ടി അതിന് പകരം വയ്ക്കണം, നഷ്ടപരിഹാരം വരണം. അത് മാറ്റിയിട്ട് 1:1 എന്നാക്കി. അപ്പോൾ അവിടെ അപ്പോൾ നഷ്ടമല്ല. ഒരു കശുവണ്ടി മോശമാണ്. ശ്രീ നൗഷാദ്, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ വിധത്തിലല്ല കാര്യങ്ങൾ എന്ന് സർക്കാർ ഉത്തരവുകളിൽ നിന്ന് തന്നെ അഡ്വക്കേറ്റ് പി റഹീം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായല്ലോ. 2 ടെൻഡറുകൾ വന്നിരുന്നു, അത് വില കൂടുതലാണ് എന്ന് പറഞ്ഞ് മടക്കുന്നതിനൊരു സർക്കാർ ഉത്തരവ്. അതിനുശേഷമാണ് മുതലാളിമാരുടെ യോഗം വിളിക്കുന്നത്. അതിനും ശേഷമാണ് ഈ 2 ടെൻഡറിനേക്കാളും കൂടിയ വിലയ്ക്ക് തോട്ടണ്ടി വാങ്ങാൻ തീരുമാനിക്കുന്നത്. ഈ ക്രമക്കേടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ ഉദ്ദേശശുദ്ധി, തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാനുള്ള ഉദ്ദേശശുദ്ധി നിലനിൽക്കെ തന്നെ സർക്കാർ നടപടികളുണ്ടായ ക്രമക്കേട്, അതുവഴി ഉണ്ടായ നഷ്ടം, അങ്ങനെ നഷ്ടം വരുത്തുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഴിമതി ഉണ്ടോ എന്നതാണ് അന്വേഷണ വിഷയം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചെറിയ അഴിമതിയെങ്കിലും ഈ പറയുന്ന കണക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയൊന്നും അംഗീകരിക്കുന്ന പ്രസ്ഥാനമേ അല്ല CPM. വളരെ ഈ പ്രശ്നം നിയമസഭയിൽ വന്നതിന് വളരെ നേരത്തെ വന്നതല്ലേ. ഇവിടെ കാണുകയും കേൾക്കുകയും ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണോ CPM? കേരളത്തിലെ ജനങ്ങൾക്ക് അത് നന്നായിട്ടറിയാം. വെറുതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട്, വെറുതെ പണ്ടാരോ പറഞ്ഞത് പിന്നെയും പാടിക്കൊണ്ട് നടക്കുന്ന ശ്രീ റഹീമിന്റെ രാഷ്ട്രീയം പറഞ്ഞല്ലോ വളരെ കൃത്യമായി. ഇപ്പോൾ ഉള്ള പ്രശ്നം റഹീമിന്റെ രാഷ്ട്രീയം അവിടെ നിർത്തുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഈ ടെൻഡർ വിളിച്ച തീയതി അതവിടെ ഉണ്ട് സർക്കാരിന്റെ പക്കൽ. മന്ത്രി എന്നാണ് മീറ്റിംഗ് വിളിച്ചത്, അതും അവിടെ രേഖകളിൽ ഉണ്ടാകും. ഇതൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ശ്രീ രാജീവേ, മന്ത്രി ചുമതല ഏറ്റതിനു ശേഷം കശുവണ്ടി മേഖലയിലെ നിരവധി മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട്. അല്ലാതെ റഹീം ആ മീറ്റിംഗിൽ പങ്കെടുത്തോ? അതിന്റെ മിനിറ്റ്സ് ഉണ്ടോ? ഇതൊന്നുമില്ലാതെ മന്ത്രി സ്വാഭാവികമായിട്ട് എത്ര തവണ ഞാൻ ചോദിച്ചോട്ടെ, കേന്ദ്രം ഏർപ്പെടുത്തിയ ഒരു നികുതിയുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ കശുവണ്ടി വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് കേന്ദ്രമന്ത്രിയെ പോയി കണ്ട് വർത്താനം പറഞ്ഞല്ലോ. അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ മീറ്റിംഗ് വിളിച്ചല്ലോ. കശുവണ്ടി മുതലാളിമാരുടെ മീറ്റിംഗ് വിളിച്ചൂടെ? ഇത് എന്തൊരു കഷ്ടമാണിത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. മീറ്റിംഗ് വിളിക്കുന്നതിനുള്ള തടസ്സമല്ല ചോദിക്കുന്നത് ശ്രീ നൗഷാദ്. കശുവണ്ടി മുതലാളിമാരുടെ മീറ്റിംഗ് വിളിക്കുന്നതിന് ആരും എതിരല്ല. തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഇവരാരും എതിര് നിൽക്കുന്നില്ല. പക്ഷേ അതിനു മുൻപ് വന്ന 2 കൊട്ടേഷനുകൾ കൂടിയ വിലയാണ് എന്ന് പറഞ്ഞ് തള്ളിയതിനു ശേഷം മുതലാളിമാരുടെ മീറ്റിംഗ് വിളിക്കുന്നു. അതിനുശേഷം കുറെ കൂടി ഉയർന്ന വിലയ്ക്ക് തോട്ടണ്ടി വാങ്ങാൻ തീരുമാനിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, വിലയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഔട്ടേണിന്റെ കാര്യം പറയുന്നില്ല. എത്ര ഔട്ടേൺ ആയിരുന്നു എന്ന് പറയുന്നില്ല. 52 ആയിരുന്നോ, 45 ആയിരുന്നോ, 54 ആയിരുന്നോ? 48ന്റെ വിലയാണോ 52-ന്? 52ന്റെ വിലയാണോ 54-ന്? വിലയെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ സാറേ? ഞാൻ പറഞ്ഞത് ലഭിക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി ഒരു പ്രശ്നമല്ലേ? നമ്മളിപ്പോ അതിന്റെ ഔട്ടേൺ ഒരു പ്രശ്നമല്ലേ? അതിനെക്കുറിച്ച് എന്താ പറയാത്ത? എത്ര ഔട്ടേൺ ഉള്ളതാണ് ടെൻഡർ ചെയ്തത്? അത് പറയാം. സപ്ലൈ ചെയ്യുന്ന ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം എന്ത് എന്ന് ഉറപ്പാക്കാനുള്ള ചുമതല അത് സപ്ലൈ ചെയ്യുന്നവർക്ക് ആളുകൾക്ക് നൽകിയെന്ന ആക്ഷേപവുമുണ്ട്. വില മാത്രമല്ല രാജേഷ് ശങ്കർ സാറേ, അതിന് വില മാത്രമല്ല. നമ്മൾ വില മാത്രമേ പറയുന്നുള്ളൂ. ഈ വളരെ കുറഞ്ഞ ക്വാളിറ്റി ഉള്ളതിന് കുറഞ്ഞ വിലയാ. അത് കൊണ്ടുവന്ന് ചെയ്താൽ നഷ്ടം വരും. അപ്പൊ അത് ഏതാണ്? അതിനെക്കുറിച്ച് പറയാൻ പറ. ഔട്ടേൺ എത്രയാണ് പറഞ്ഞിരുന്നത്? അതിനെക്കുറിച്ച് പറയട്ടെ. വില ശക്തിധരൻ, ചെറുതല്ലാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ലേ താങ്കൾക്ക്?
ദീർഘകാലത്തെ പത്രപ്രവർത്തന പരിചയം കൂടി വച്ച് നോക്കുമ്പോൾ ക്രമവിരുദ്ധമായ ചിലതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരില്ലേ? അല്ല, റഹീം ഇവിടെ വായിച്ച ഗവൺമെൻറ് ഉത്തരവുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇതിപ്പോൾ ഒരു ആരോപണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കവചങ്ങളും ആയുധങ്ങളും ഒക്കെ തയ്യാറാക്കി രായി മിനുക്കിക്കൊണ്ട് മാത്രമേ അതിനാരും പുറപ്പെടുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു നല്ല എഫർട്ട് വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്ന് ആ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്തൊരു ഗൗരവമുള്ള അഴിമതി ആരോപണം ഉണ്ടെന്ന് തന്നെ തോന്നിയിട്ടില്ല. കാരണം ആരും മറക്കും, കാരണം അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു കാപ്പെക്സും കോർപ്പറേഷനും ഒക്കെ. ആ ഒരു അവസ്ഥയിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചില്ലേ, CBI എൻക്വയറി, മറ്റു തരത്തിലുള്ള എൻക്വയറികൾ, അവിടെ MD-യും ഫൈനാൻസ് സെക്രട്ടറിയും അവിടുത്തെ അന്നത്തെ R. ചന്ദ്രശേഖരനും ഒക്കെ തമ്മിൽ തുറന്ന യുദ്ധം, തെരുവ് യുദ്ധം നടക്കുന്ന ഘട്ടത്തിലാണ്. അവിടെ കയറി മേഴ്സിക്കുട്ടിയമ്മയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരു അഴിമതിക്ക് കളമൊരുക്കി അഴിമതിയും നടത്തി പോയി എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അധികാരമേറ്റിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. മെയ്യിലാണ് അധികാരത്തിൽ വരുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരം ചില രേഖകളുണ്ട്, ഇത്തരം ചില പരാതികളുണ്ട്. അതിന്മേലൊരു അന്വേഷണത്തിന് നടത്തി അത് തുറക്കാതിരിക്കാൻ വേണ്ടി ബാഹ്യശക്തികളും ഇന്നർ ശക്തികളും ഒക്കെ കൂടി ചേർന്ന് രേഖകളുടെ നിജസ്ഥിതിയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കൈ മാത്രം ഇരിക്കുകയാണല്ലോ. അത് പൊതുസമൂഹത്തിൽ കൊടുക്കട്ടെ. രേഖകൾ കയ്യിലുണ്ടെങ്കിൽ കൈ വെച്ചോണ്ടിരിക്കുന്നതിനാ, അത് പൊതുസമൂഹത്തിൽ കൊടുക്ക്. പക്ഷേ ശ്രീ നൗഷാദ്, ഈ രേഖകളൊക്കെ വ്യാജമാണെങ്കിൽ പിന്നെ എന്തിനാണ് വിജിലൻസ് ഇങ്ങനെ ത്വരിതാന്വേഷണത്തിന് ഉത്തരവിടുകയും അതേക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്? സർക്കാരിന്റെ പക്കലുള്ള രേഖകൾ ഇതൊക്കെയാണ് എന്ന് നാളെ കോടതിയിൽ സർക്കാരിന് ഹാജരാക്കിയാൽ മതിയല്ലോ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതാ കൃത്യമായ രേഖകളുണ്ട് എന്ന് നാളെ കോടതിയിൽ ഹാജരാക്കിയാൽ പ്രശ്നം തീരില്ലേ? ആവശ്യമായ നിയമപരമായിട്ട് വരുന്ന ഇതുപോലുള്ള ആക്ഷേപങ്ങൾ അതേ തരത്തിൽ തന്നെ നിയമപരമായി തന്നെ നേരിടും. പിന്നെ ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പുകമറ സൃഷ്ടിക്കാനും മറ്റുമൊക്കെ നടത്തുന്നതാണെങ്കിൽ പോലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. സുരേഷ് ബാബു, അതാണ് വിജിലൻസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. വിജിലൻസിന് മുൻപാകെ ഒരു പരാതി വന്നാൽ അതിന്മേൽ ത്വരിതാന്വേഷണം നടത്തി വസ്തുത എന്താണ് എന്ന് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. ഈ ആരോപണങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ല. അല്ല, എനിക്ക് ആ കാര്യത്തിൽ എൻ്റെ നിലപാട് തുടക്കം മുതലേ ഒന്ന് തന്നെയാണ്. അതല്ല എന്ന് നൗഷാദ് പറഞ്ഞാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നൗഷാദെങ്കിലും ഇത് ആവർത്തിക്കണം എല്ലാ കാലഘട്ടത്തിലും. ബഹുമാനപ്പെട്ട ശ്രീ SRS പറഞ്ഞതിനോട് എനിക്ക് ഒരു വിയോജിപ്പുള്ളത്, അദ്ദേഹം പറയുന്നത് 4 മാസം ആകുമ്പോഴത്തേക്ക് നൗഷാദ്, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ SRS പറയുന്നത് എന്താണെന്നറിയോ? 4 മാസത്തിനുള്ളിൽ ഇത്രയും അഴിമതി നടത്തുന്നത് കാര്യം ആരെങ്കിലും വിശ്വസിക്കുമെന്നാണ്. 1 മാസം കഴിയുമ്പോഴേക്ക് തന്നെ അഴിമതി നടത്തി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബക്കാരെ നിശ്ചയിച്ചിട്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടെന്ന് വന്ന മന്ത്രി ഇതേ മന്ത്രിസഭയിലാണ്. 1 മാസമായി കായിട്ടേ ഉള്ളൂ. അപ്പം ഈ സംഗതി ഇത്തരം കാര്യങ്ങളൊന്നും നടത്താൻ 4 മാസം 2 മാസം 1 മാസം എന്നൊന്നും പറയരുത്. ഇതൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പെട്ടെന്ന് അതല്ലേ ഒരു ശരി എന്ന് പ്രേക്ഷക ലോകം കേട്ടതങ്ങ് വിശ്വസിക്കും എന്നുള്ളതല്ലാതെ ഈ മന്ത്രിസഭക്കകത്ത് 1 മാസത്തിനകം ഒരു മാസം ചില്ലറ ദിവസത്തിനകം രാജിവെച്ചൊഴിയേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമൻ, മന്ത്രിസഭയിലെ രണ്ടാമന്. അത് ശ്രീ SRS ഓർമ്മിക്കണം. എന്നിട്ട് വേണം. അത്രയും ഗൗരവമുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ അത്രയും ഗൗരവമുള്ളൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പോഴും LDF തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഒരു ഞങ്ങൾ പറഞ്ഞില്ല, ഞാൻ വീണ്ടും പറയുന്നത് അതാണ്. ഇതിനകത്ത് ഈ കാര്യത്തിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളിൽ ഈ ത്വരിതാന്വേഷണത്തിനുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. അപ്പോൾ മുതൽ കാള പ്രസവിച്ചു എന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് UDF-ഉം കോൺഗ്രസും പോകാറില്ല. അത് പരിശോധന നടത്തി ഇതിപ്പം നാളെ വേണമെങ്കിൽ ഈ പറയുന്ന കൂട്ടിലടച്ച ചർച്ചയില്ല, സ്വതന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അത് നാളെ വരുമ്പോൾ ഇത് ഉള്ളതെല്ലാം തേച്ച് മാച്ച് കളഞ്ഞ റിപ്പോർട്ട് വന്നുകൂടായികയൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു കൂട്ടിലടക്കമില്ല, അങ്ങനെ ഒരു സ്വതന്ത്ര സംവിധാനമൊന്നുമല്ല. ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സംവിധാനമൊക്കെ കണ്ട് കേരളത്തിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. ശക്തിധരൻ മന്ത്രി മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടേണ്ട ഒരു സാഹചര്യവുമില്ല. അത്തരമൊരു നിലപാടിലേക്ക് CPM-ഉം ഇടതുപക്ഷവും പോകാനും സാധ്യതയില്ല എന്നാണോ താങ്കൾ കരുതുന്നത്?
ആകാൻ സാധ്യതയില്ലെന്നല്ല. ഇപ്പോൾ നാളെ ഈ ത്വരിതാന്വേഷണം വന്നിട്ട് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള മറ്റേ മന്ത്രിയുടെ നടപടിക്കെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിഘാതം എന്തെങ്കിലും അഭിപ്രായങ്ങൾ വന്നാൽ അതിൻ്റെ പുറത്ത് പിന്നീട് വരേണ്ട രാഷ്ട്രീയ ചർച്ചയാണ് അതൊക്കെ. ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പോലും ആവശ്യപ്പെടുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു അന്വേഷണം വന്നു, ആ അന്വേഷണത്തിൻ്റെ പുറത്ത് മന്ത്രി മാറി നിന്ന് രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം എന്നൊന്നും കോൺഗ്രസ് പോലും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വരട്ടെ, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആലോചിക്കാം അതിനെക്കുറിച്ച് എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ അവഗാധമായി ആലോചിച്ച് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. വളരെ നന്ദി ശ്രീ എസ് ആർ ഷക്കീറിന് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം നൌഷാദ് MLA നന്ദി അറിയിക്കുന്നു. അഡ്വക്കേറ്റ് പി റഹീം, PM സുരേഷ് ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സ് കാണാം.